അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. കണ്ടപ്പോൾ കൊള്ളടാ അറ്റ്മോസ് മിക്സിങ് സൂപ്പറായിട്ട് വന്നിട്ട് കാരണം ചെറിയൊരു ഫോക്കസ് പക്ഷെ അത് ഒരു പ്രശ്നമില്ല. പടം അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ക്വാളിറ്റിയും സൂപ്പറായിട്ട്. പിന്നെ അറിയാലോ പഴയ ലെജൻഡറി മേക്കിംഗ് അല്ലേ, അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും നശിപ്പിച്ചിട്ടില്ല. ആ ഒറിജിനൽ ക്വാളിറ്റി ഒറിജിനൽ സിനിമയുടെ അതൊന്നും നശിപ്പിച്ചിട്ടില്ല. അത് റീമേക്ക് ചെയ്ത് മറ്റേ റീതായിട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ട്. എടാ നമ്മൾ സിനിമയെന്ന് വെച്ചാലേ നമ്മൾ 10-150 വട്ടം കണ്ട സിനിമയാണ്. നമുക്കറിയാലോ മനുഷ്യത്തിൽ നമ്മൾ ഒരുപാട് കണ്ട സിനിമയാണ്. പക്ഷേ നമ്മൾ ഒരു പുതിയൊരു സിനിമ കാണുന്ന അതേ ഫീല് അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും, നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും. മനുഷ്യത്താഴ് എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. ഒരു ബിഗ് സ്ക്രീനിൽ കാണുമെന്നുള്ള സ്വപ്നമായിരിക്കും എല്ലാവർക്കും. അത് നിറവേറ്റി എന്നുള്ളതിന് സന്തോഷമുണ്ട്. ലാലേട്ടൻ വേറെ ലെവലില്ലേ. അതും ഇവിടെ നമ്മുടെ പുറമാളിലെ സ്ക്രീൻ ആയതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല നല്ല സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക, അതിനെ മാത്രമേ പറയാനുള്ളൂ. നന്നായി ക്ലൈമാക്സ് ഒക്കെ നല്ല സൂപ്പറായി നന്നായി ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. 4K കണ്ടെല്ലാം എഫക്റ്റ് ഉണ്ട് പടം. സൗണ്ടെല്ലാം അടിപൊളിയുണ്ട്. ഓക്കെ ഒരിക്കലും മോശമെന്ന് പറയാൻ തയ്യാറല്ല. എല്ലാ സിസ്റ്റവും സൗണ്ട് സിസ്റ്റം എവറിത്തിങ് ഈസ് ഗുഡ്. ഇത് പുതിയ ജനറേഷൻ കാണട്ടെ, ഇങ്ങനെ ഓരോ നല്ല പടങ്ങൾ വരട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. അതിനെന്താ, അത് ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. രണ്ടും രണ്ട് സബ്ജക്റ്റ് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനു വേണ്ടി എഫേർട്ട് ഉണ്ടാക്കിയ സോമൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലത് വരട്ടെ, അത്രമാത്രമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഇറ്റ്സ് നോട്ട് ബാഡ്. പിന്നെ അത് മോണമായിട്ട് വന്നതല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതിനൊക്കെ ബെറ്റർ സൗണ്ട് തന്നെയാണ്. നല്ല തിയേറ്ററിൽ തന്നെ കാണണം. ഓക്കെ. പടം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനൊന്നും ടി വിയിലല്ലാതെ തിയേറ്ററിൽ ഇതുവരെ കണ്ടു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 4K റെസൊല്യൂഷൻ നമ്മൾ കാണുന്ന പറയുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക, നല്ലൊരു സൗണ്ട് എഫക്ട്സിലൊക്കെ നല്ല കിടിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. ലാലേട്ടനൊക്കെ നമ്മൾ ഒരു കാലത്ത് ടി വിയിൽ കണ്ടിരുന്നത് വലിയ സ്ക്രീനിൽ ഒന്നുകൂടെ ആ എക്സ്പ്രഷൻസും ഇതൊക്കെ കാണാൻ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. നല്ലൊരു സിനിമ തന്നെയാണ്. 31 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീൻ രണ്ട് കൂട്ടർക്ക് ആ കൂട്ടത്തിൽ തമ്മിലുള്ളൂ. നന്നായിട്ടുണ്ട്. 31 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ നമ്മൾ മറന്നിരുന്ന ഒരുപാട് സീനുകളൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി ഗംഭീരമാണ്. പഴയ സിനിമകളെല്ലാം പിന്നെയും മലയാളികളിലേക്ക് എല്ലാം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേവദൂതം വന്നു. അതെ. സിനിമകൾ ഇനി അങ്ങനത്തെ സിനിമകൾ വരണമെന്ന് ആഗ്രഹിക്കും. കാരണം അത്തരം സിനിമകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ തിയേറ്ററിൽ, ഇപ്പം ദേവദൂതൻ്റെ റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ലേ. ആൾക്കാരത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരത് കാണാൻ വരുന്നു. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെ ഒരു ഭാഗ്യമുണ്ടാവും. ഇപ്പം അവിടെ പറഞ്ഞില്ലേ, അതാണ് 4K എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു സിനിമയാണ്. അപ്പം നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കാലത്ത് കണ്ടതാണ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് 4K അറ്റ്മോസ്, ആ ഒരു ചെറിയൊരു വീണയുടെ ഒരു വീണ കൊണ്ട് വായിക്കുന്ന ആ ഒരു ടോൺ പോലും നമുക്ക് അങ്ങനെ എക്കോ ചെയ്യുമ്പോഴേ വല്ലാത്തൊരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ആണ്. എല്ലാവരുടെയും പെർഫോമൻസസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇത്രയും തിരശീലയിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം തന്നെ ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. നമ്മളുടെ ജനറേഷനിലുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. അതെ. അല്ല, അത് ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ. അത് നമ്മുടെ എന്താ പറയുക, സയൻസിൻ്റെ ഒരു വളർച്ച നമ്മളെല്ലാവരും ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും ഒരു ഭാഗ്യമൊക്കെയാണ്. പപ്പു ചേട്ടനാവട്ടെ, ഇന്നസെൻ്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ, അതേപോലെ ലളിത ചേച്ചി, ഇവരെല്ലാവരും അത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെയും സുരേഷ് ഗോപി ചേട്ടൻ്റെയും അവരുടെയൊന്നും കാര്യം പറയണ്ടല്ലോ. അപ്പം എല്ലാവരും കാണുക,
എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ഞാൻ പറഞ്ഞു ഇമോഷണലിയും വളരെ എന്നെ ഈ പടം വീണ്ടും കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ 94 കണ്ട അതേ അവസ്ഥയാണ് എനിക്ക് ഈ പടം തന്നത്. ഐ വാസ് ടേക്കൻ ബാക്ക്. 30 കൊല്ലം പുറമോട്ട് പോയൊരു ഫീലിംഗ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഈ തവണ ഐ ഫീൽഡ് എ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. ഞാൻ മിസ് ചെയ്ത ഒരുപാട് സീൻസ് കണ്ടു. പ്രത്യേകിച്ച് ശോഭന മാഡത്തിൻ്റെ എക്സ്പ്രഷൻസ് വാസ് വെരി ക്ലിയർ ദിസ് ടൈം. സോ ഐ ഫെൽറ്റ് ഇറ്റ്. ഐ ഫെൽ ബേസിക്കലി അവരുടെ ഇമോഷൻസ്. ഈവൻ ഇപ്പം ആകെ ഒരു ചേഞ്ച് എനിക്ക് പറയാനുള്ളത്, ഈ തവണ ഐ വാസ് മോർ വിത്ത് നകുലൻ കുറച്ച്. എന്ന് വെച്ചാൽ നകുലൻ്റെ ക്യാരക്ടർ 30 കൊല്ലത്തെ ഒരു ചേഞ്ച് ആയിരിക്കാം. ആൻഡ് ബിക്കോസ് സണ്ണി ഈസ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്നതുകൊണ്ട് ദിസ് ടൈം നകുലൻസ് ഇമോഷൻസ് വെയർ ട്രാവലിംഗ് മീ. അപ്പം ഇപ്പോഴും ഞാനൊരു എന്നാ പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയും യാത്ര ചെയ്ത് ഐ ഹാവ് ടു ഡൗൺ റെഗുലേറ്റ് മൈ സെൽഫ്. വീണ്ടും പഴയ അവസ്ഥ. എല്ലാവരും പഴയ പടം ഒന്നല്ലാതെ പുതിയ പടങ്ങളുടെ ചിരിയോടെയും സന്തോഷത്തോടെയാണ് കണ്ടത്. യെസ് ഓഡിയൻസ് ഇപ്പം കണ്ടൊരു ഓഡിയൻസ് മുഴുവൻ ദേ വെയർ ഓൾസോ ഇൻ ദ ഫിലിം. അപ്പോൾ എല്ലാവരും ഇന്ന് വന്ന് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇത് കണ്ട പടമല്ലേ. അപ്പം യെസ് യു ആർ സ്റ്റിൽ വാച്ചിങ് ഇറ്റ്. ആൻഡ് അതാണ് ഞാൻ ഈ മണിച്ചിത്രത്താഴ് എപ്പോഴും ഹൈലൈറ്റ് പറയുന്നത്. ഈ പടത്തിനെ എത്ര കാലം കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഗസ് പറയാം, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ പടം കാണുമായിരുന്നെങ്കിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ കുറച്ച് പടങ്ങളെ ലോകത്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ വീണ്ടും കാണാനും ഇങ്ങനെ 30 കൊല്ലം കണ്ട് വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ ഇത് കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് അങ്ങനെ കുറച്ച് പടങ്ങൾക്കേ കിട്ടാറുള്ളൂ. അപ്പം എന്നാൽ എനിക്ക് വാക്കുകളില്ല ബേസിക്കലി. അതുപോലെ ഞാൻ ഇമോഷണലായിട്ട് ഇതിരിക്കുക. സോ എനിക്ക് എല്ലാവരും പറയാനുള്ളത്, ഇറ്റ്സ് വേർത്ത് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ ഈവൻ ഇഫ് യു ഹവ് സീൻ ഇറ്റ് മെനി ടൈംസ് ലൈക്ക് മീ. അത് കാണേണ്ട ഒരു പടമാണ്. അത്ര ഓക്കെ.